എന്തിനു കുത്താൻ വരണേ? ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവൻ്റെ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾ ഇങ്ങനെയാണോന്ന്. ഇവൻ്റെ ഫുൾ ഫിഗർ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഇവനെ എങ്ങനെ ആക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ തീർച്ചയായിട്ടും വീഡിയോസ് വരുന്നതായിരിക്കും. പക്ഷെ നിങ്ങളിവൻ്റെ ഇതൊന്നല്ല കേട്ടോ, അവൻ്റെ ശരിക്കുള്ള രൂപം. ഒന്ന് രണ്ട് പോസുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫോൺ അപ്ഡേഷനായി ഏകദേശം 4 കൊല്ലം കഴിഞ്ഞു എൻ്റെ ഫോൺ എടുത്തിട്ട്. സാധാരണ ഒരു ആൻഡ്രോയിഡ് സെറ്റാണ്. അതിപ്പോൾ ഹാങ് ആയി തുടങ്ങി, ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓഫ് ആയി തുടങ്ങി. ആ ഒരു ക്യാമറയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ന്യൂനതകളുണ്ട്. എൻ്റെ പോത്ത് കേരളത്തിൽ വലിയ പോത്തൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ എങ്ങനെ പോയാലും ഒരു 350+ ഇറച്ചി തൂക്കം ഗ്യാരണ്ടി. അതായത് 400 പറഞ്ഞിട്ട് 370 കിട്ടിയുള്ളൂ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് 350 പറഞ്ഞിട്ട് 370 കിട്ടിയെന്ന് പറഞ്ഞാൽ അതല്ല നന്നാവുക. അപ്പോൾ എൻ്റെ കണക്ക് പ്രകാരം ഞാൻ പറയുന്നത് 350+. എൻ്റെ ഒരു 90% എൻ്റെ ഒരു കാൽക്കുലേഷൻ അങ്ങനെയാണ്. അപ്പോൾ ഇറച്ചി തൂക്കം കിട്ടും. പിന്നെ നമ്മൾ നല്ല തീറ്റകളാണ് കൊടുത്തിരിക്കുന്നത്. വേസ്റ്റേജ് കയറുന്ന കൊള്ളിപ്പൊടി അല്ലെങ്കിൽ ബീർ വേസ്റ്റ് അല്ലെങ്കിൽ മിക്സഡ് തീറ്റകൾ അങ്ങനെയൊന്നുമല്ല നമ്മൾ കൊടുത്തിരിക്കുന്ന തീറ്റകൾ. പരുത്തി പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്. ലാസ്റ്റായപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് ലേശം കഴിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസം ലാസ്റ്റ് ജനുവരിയൊക്കെ തൊട്ട് സാധാരണ നമ്മൾ 2 നേരം തീറ്റ വെച്ച് കൊടുത്തിരിക്കുന്നു. ഈ വീഡിയോസ് നമ്മുടെ കാണുന്നവർക്ക് തന്നെ ഇതിൻ്റെ കമൻറ്റ് നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ പോത്തിൻ്റെ ഈ ഫസ്റ്റ് ടൈമിൽ പോകുന്നു. അപ്പോൾ എനിക്ക് പ്രാന്താന്ന് പറഞ്ഞവർ വരെ ഉണ്ട്. പിന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ അത് വെല്ലുവിളിയല്ല കേട്ടോ. പക്ഷേ പണിയെടുത്താൽ ആർക്കും പറ്റും, അത്ര വിചാരിച്ചാൽ മതി. ഇതൊന്നും വെല്ലുവിളികളല്ല. പക്ഷേ വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യമില്ല. ദൈവാനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നടക്കും. ദൈവം സഹായിച്ച് അടുത്ത പ്രാവശ്യം ഉണ്ടെങ്കിൽ നമ്മളൊരു 500ൻ്റെ പോത്തിനെ ഇറക്കുകയും ചെയ്യും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇത് വില കിട്ടണം. പക്ഷേ വലിയ പോത്ത് നോർമലി ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പോത്തിനെ വളർത്തി നേരം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു ഈ പോത്തിൻ്റെ പൈസയ്ക്ക് എനിക്ക് 5 പോത്തിനെ വേറെ വളർത്താറുണ്ട്. നല്ല മാതിരി കാശ് ചിലവ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മാതിരി കാശ് ചിലവ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 8 കിലോയിൽ താഴെ 2 നേരമായിട്ട് 3 നേരമായിട്ട് പരുത്തി പിണ്ണാക്ക് മാത്രം കഴിച്ചിരുന്നു ലാസ്റ്റ് ഈ പോത്തിന് അതേമാതിരി കൊടുത്തിട്ടുണ്ട്. നല്ല മാതിരി പുല്ല് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുല്ല് നമ്മൾ അരിഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ പോത്ത് വന്നതിന് ശേഷം ഒരു തരി പുല്ല് പാടത്തുനിന്ന് വർഷക്കാലത്ത് പോലും കഴിച്ചിട്ടില്ല കേട്ടോ. അതേമാതിരി നല്ല മാതിരി പണിയെടുത്തിട്ടുണ്ട്. നമ്മൾ പണിയെടുക്കാൻ നമുക്ക് മടിയൊന്നും കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതിലേക്ക് ഏകദേശം 100% ഞാൻ ജയിച്ചു അല്ലെങ്കിൽ എത്തിയെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ആൾക്കാരുടെ മുമ്പിൽ ഒരിക്കലും നമുക്ക് എളിമ്പനിയായി അല്ലെങ്കിൽ തല കുമ്പിട്ട് നിൽക്കേണ്ട വരില്ല, തല കുനിച്ച് നിൽക്കേണ്ട വരില്ല. നമുക്ക് തീർച്ചയായും നമ്മുടെ തല പൊന്തിച്ച് തന്നെ നിർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും പറ്റും എന്നുള്ള ധാരണയോട് കൂടിയിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പോത്തിനെ കൊടുക്കാറ് അതിൻ്റെ ഇടനിലക്കാരുടെ കൊള്ളയില്ലാതെ നിങ്ങൾക്ക് വലിയ പോത്ത് ഏകദേശം 350+ അറക്കാൻ ആഗ്രഹിക്കുന്നു. മോഹവിലൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് പണിയെടുത്ത കാശും നമുക്ക് തീറ്റക്കാശും നമുക്ക് കിട്ടിയേ പറ്റൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ വന്നിട്ട്. അപ്പോൾ ഇതിന് എത്ര പൈസ ഉദ്ദേശിക്കുന്ന ആരും കമൻറ്റ് ചെയ്യേണ്ട. ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറുണ്ട്, അല്ലെങ്കിൽ എന്നെ വിളിച്ചോ. നിങ്ങൾക്ക് വെറുതെ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണെങ്കിൽ ആരും എന്നെ വിളിച്ച് ഉപദ്രവിക്കരുത്. ഞാൻ വർക്കിലായിരിക്കും, നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോൾ ഫോൺ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വർക്കിൻ്റെ ഇടയിൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ആവശ്യക്കാർ മാത്രം വിളിക്കുക. കാര്യങ്ങൾ അറിയേണ്ടവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംബന്ധിക്കുന്ന അറിയേണ്ടവരെല്ലാം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയുണ്ട് പോത്തുന്നുള്ളത് തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. പിന്നെ ഒരു 350 കിലോ ഞാൻ പറഞ്ഞില്ലേ, അത് കുറയോ കൂടോ തീർച്ചയായും നിങ്ങൾ പറയണം. നമ്മളിത് ഓപ്പണായിട്ട് നമ്മുടെ പോത്തിനെ കാണിച്ച് ഉണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം. 200 കിട്ടുള്ളൂ, 150 കിട്ടുള്ളൂ, 100 കിട്ടുള്ളൂ, ഇതൊന്നും ഇവിടെ വിഷയമല്ല. പക്ഷെ നമ്മൾ പൈസ കിട്ടിയാലേ കൊടുക്കുള്ളൂ കേട്ടോ. അതാണ് അതിൻ്റെ സത്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അടുത്തേക്കൊക്കെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നു പോയേക്കണം. പക്ഷെ നമുക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല. അതായത് നമ്മുടെ പണിക്കാശ് നമുക്ക് ലാഭം കുറേ കിട്ടണമെന്നല്ല, നമ്മുടെ പണിക്കാശ് കുറച്ചും കൂടി കൂടുതൽ കിട്ടിയാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ തുടങ്ങാൻ പോകണമല്ലോ. നമ്മുടെ ആൾക്കാരൊക്കെ വാങ്ങിച്ച് നിർത്തുന്നവർ ആണ് ഇപ്പോൾ കൂടുതലും കച്ചവടം തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആവശ്യക്കാർ ഇനിയും ഇറങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു വലിയ പോത്തുണ്ട്. ആവശ്യക്കാർ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഭാര്യയാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ
നല്ല മതിരി അകലെ നിന്നിട്ടാണ് ഒരുവിധം വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ എന്താ പറയുക, കാരണം എന്ന് വെച്ചാൽ അവൾക്ക് നല്ല പേടിയുണ്ട്. അത് മാത്രമല്ല, ഇവളെ കണ്ടപ്പോൾ പോത്തിന് തീരെ ഇഷ്ടമായിട്ടില്ല. നിങ്ങൾക്ക് അവൻ്റെ കളികളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു തരത്തിലും അവൻ നിൽക്കാനോ പിടിക്കാനോ, മറ്റേതൊക്കെ നമ്മൾ വെള്ളത്തിലിറങ്ങി നമ്മൾ ചെല്ലുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ വന്ന് തലയൊക്കെ പൊന്തിച്ച് പിടിച്ച് ഒന്ന് നിൽക്കണതാണ്. പക്ഷേ ആളെ കണ്ടപ്പോൾ ഒരു തരത്തിലും പോത്ത് നിൽക്കാൻ കൂട്ടാക്കുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഒരു തരത്തിലും പോത്ത് മെരുങ്ങുന്നില്ല. അതായത് പരിചയമില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ, പ്രത്യേകിച്ച് ഇവൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് പരിചയമില്ലാത്ത ഒരാൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, കുട്ടികൾ, പിന്നെ പരിചയമില്ലാത്ത ആൾക്കാർ അങ്ങനെ വന്നാലും ഓടിയെത്തി അപ്പം ഇടിച്ചു എന്ന് ചോദിച്ചാൽ, ഇടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുമ്പോഴല്ല, തൊഴുത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ അധികം കൂടെ ആൾക്കാർ, ഞാൻ പോകുമ്പോൾ പറയും തൊഴുത്തിന് മുമ്പിൽ കൂടെ പോകേണ്ടത് വെച്ചാൽ നമുക്ക് മുകളിൽ കമ്പിയില്ല. അപ്പോൾ അവൻ കൈ എടുത്ത് വെച്ച് വയ്ക്കും. കൈ എടുത്ത് വെച്ച് അവന് തല എത്തണോടത്തോളാണെങ്കിൽ അവൻ തട്ടാൻ നോക്കും. അത് വിചാരിച്ച് വലിയ അപകടകാരിയൊന്നും ഞാൻ പറയില്ല കേട്ടോ. പോത്ത് സൈലൻ്റ് തന്നെയാണ്, നമ്മുടെ ഉള്ളത് കാണിക്കുന്നുണ്ടല്ലേ. പക്ഷെ അവന് കളി കൂടുതലാണ്. നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്താണെങ്കിൽ അവൻ ലേശം കളിക്കാൻ നിൽക്കും. പിന്നെ പെണ്ണുങ്ങളുടെ അടുത്ത് തീരെ മെരുങ്ങില്ല. പ്രത്യേകിച്ച് ഇത്ര ബോഡി വെയിറ്റ് ടോപ്പ് ബോഡി വെയിറ്റ് എന്നല്ല, അത്യാവശ്യം ബോഡി കയറിയിട്ടുള്ള പോത്തും പിന്നെ പ്രായം കൊണ്ടുള്ള പോത്തായത് കൊണ്ട് അവർക്ക് പേടി ലേശം കുറവായിരിക്കും കേട്ടോ. അതും അതിൻ്റെ ഒരു സത്യം തന്നെയാണ്. പക്ഷേ പിടിക്കണോണം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്കൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇത് നമ്മുടെ പോത്ത് വളർത്തുന്ന ആളുകൾക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഒരു പോത്ത് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ വിശദാംശങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വരും. നമ്മുടെ പോത്ത് കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും, സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെ ചെയ്യണം, എത്ര തീറ്റ കൊടുക്കണം, എത്രയൊക്കെ സമയത്ത് തീറ്റ മാറ്റി കൊടുക്കണം, ഇതിനൊക്കെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. ആവശ്യക്കാർ വിളിച്ചോ, എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. കാര്യങ്ങൾ അറിയാനുള്ളവർ തീർച്ചയായിട്ടും ഫോൺ വിളിക്കാതിരിക്കുക. ഇതെങ്ങനെയൊക്കെ എങ്ങനെയായി അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് അപ്ഡേഷൻ തീർച്ചയായിട്ടും വരും.